വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ട്രാൻസ്ജെൻഡർ ശബരിമലയിൽ പോകുന്ന വിഷയത്തിൽ വ്യക്തത വരുത്തി കോട്ടയം SP. നിയമപരമായ വ്യക്തത വേണമെന്ന് SP ഹൈക്കോടതി നിയോഗിച്ച 3 അംഗ സമിതിയുടെ ഉപദേശം തേടും. നിരീക്ഷണ സമിതിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും ഭാവി നടപടികളെന്നും SP. ചില വിഷയങ്ങളിൽ ഒരു ലീഗലായിട്ടുള്ള ഒരു ക്ലാരിറ്റി വന്നാൽ മാത്രമേ മറ്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിരീക്ഷക സമിതിയെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമിതിക്ക് മുമ്പാകെ ഒരു അപേക്ഷ നൽകാനായിട്ട് അവർ അഡ്വൈസ് ചെയ്യും. അതിനുശേഷം ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം മതിയായ പോലീസ് സുരക്ഷ നൽകും. അല്ല, ഇവിടെ അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരമാണ് ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ അതിലൊരു ലീഗൽ ക്ലാരിറ്റി ആയിട്ടില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് അവരോട് ഒരു വിദഗ്ധ സമിതിക്ക് മുമ്പാകെ ഒരു പരാതി കൊടുത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയതിനു ശേഷം ഫർദർ സ്റ്റെപ്പിലേക്ക് പോകാൻ നമ്മൾ അഡ്വൈസ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ TP പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇന്ന് രാവിലെ 4 ട്രാൻസ്ജെൻഡറുകൾക്ക് മടങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതി വന്നിരുന്നു. സ്ത്രീവേഷം കൊണ്ട് ശബരിമലയിൽ കയറാൻ പോകാൻ പറ്റില്ല എന്ന ഒരു പോലീസിന്റെ നിലപാടിനെ തുടർന്നാണ് അവർക്ക് മടങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നത്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത്? ശബരിമല ദർശനത്തിന് സുരക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടാണ് 4 ട്രാൻസ്ജെൻഡറുകൾ പുലർച്ചെ 4 മണിക്ക് എരുമേലി പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഇവർ അവിടെ എത്തിയ ശേഷം അവർക്ക് ശബരിമലയ്ക്ക് പോകണമെന്ന് അറിയിച്ചെങ്കിൽ പോലീസ് ഇവര് 4 പേരും സ്ത്രീവേഷത്തിലായിരുന്നു എത്തിയത്. അതുകൊണ്ട് തന്നെ സ്ത്രീവേഷം മാറ്റണമെന്ന പോലീസ് ഇവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇവർ ഈ ആവശ്യം തള്ളിയതിനെ തുടർന്നാണ് പോലീസ് ഇവരോട് സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ ബോധ്യപ്പെടുത്തി. കാരണം ശബരിമല നിലയിലെ സാഹചര്യവും കാര്യങ്ങളും ബോധ്യപ്പെടുത്തി. ഇവർ പലപ്പോഴായി പുരുഷ വേഷത്തും എല്ലാം തന്നെ അണിയുന്നവർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവരോട് അത്തരത്തിലുള്ള വേഷത്തിൽ നിങ്ങൾക്ക് സുഗമമായി ശബരിമലയിലേക്ക് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള രീതിയിലെല്ലാം തന്നെ സംസാരമുണ്ടായി. എന്നാൽ ഈ ആവശ്യങ്ങളെല്ലാം തന്നെ നിരാകരിക്കുകയായിരുന്നു. തുടർന്ന് അവർ എറണാകുളത്തേക്ക് തിരികെ പോകാമെന്ന് പോലീസിനെ അറിയിച്ചു. എന്നാൽ അവർ തിരിച്ച് കോട്ടയത്തെത്തുകയായിരുന്നു. കോട്ടയത്തെത്തി മാധ്യമപ്രവർത്തകരെ കണ്ടു. അതിനുശേഷം കോട്ടയം SP ഓഫീസിൽ ഇവർ വീണ്ടും എത്തി. കോട്ടയത്ത് നിന്നും തിരികെ ശബരിമല ദർശനത്തിന് പോകണം എന്നുള്ള ഒരു ആവശ്യത്തിലാണ് ഇവർ ഉറച്ചുനിന്നത്. ഇത് സംബന്ധിച്ച് കോട്ടയം SP ഓഫീസിൽ SP കണ്ട് നേരിട്ട് പരാതി പറയാൻ ആണ് ഇവർ എത്തിയത്. പ്രധാനമായിട്ടും പോലീസ് അപമര്യാദയായി പെരുമാറി എന്നും എരുമേലിയിൽ വെച്ച് സ്റ്റേഷനിൽ വെച്ച് അപമര്യാദയാണ് പോലീസ് പെരുമാറിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവർ SP പരാതി പറഞ്ഞു. എന്നാൽ പോലീസ് അപമര്യാദയെ പെരുമാറിയിട്ടുള്ള വിഷയം ഏതെങ്കിലും തരത്തിൽ പരാതി ലഭിച്ചാൽ അത് പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയത് മാത്രമല്ല, ശബരിമലയിലേക്ക് ട്രാൻസ്ജെൻഡറുകൾ പോകുന്ന വിഷയം അതിൽ നിയമപരമായ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കോട്ടയം SP ഹരിശങ്കറുടെ പ്രതികരണം ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തായാലും ഹൈക്കോടതി നിരീക്ഷിച്ച 3 അംഗ സമിതിയോട് ഇത് സംബന്ധിച്ച നിയമം തേടുമെന്നും അതിനുശേഷം മറ്റ് നിയമ നടപടികൾ ഭാവി നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കർ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി പ്രശാന്ത്. ട്രാൻസ്ജെൻഡർ ശബരിമലയിൽ പോകുന്ന വിഷയത്തിൽ വ്യക്തത വരുത്തി കോട്ടയം SP. നിയമപരമായ വ്യക്തത വേണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിയോഗിച്ച 3 അംഗ സമിതിയുടെ ഇതിനായി ഉപദേശം തേടാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ്. നിലവിലെ സാഹചര്യത്തിൽ ശബരിമലയിൽ നടവരവിലും പ്രസാദ വിതരണത്തിലും വർധനവുണ്ടെന്ന് ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ. ചില മാധ്യമങ്ങളും സംഘടനകളും നടത്തുന്ന നുണപ്രചരണങ്ങൾ ബോർഡിന് കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളെയും ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സന്നിധാനത്ത് വിളിച്ചു ചേർത്ത വകുപ്പ് തല യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലകാലം ആരംഭിച്ച് 1 മാസമായതിന്റെ പശ്ചാത്തലത്തിലാണ് സന്നിധാനത്ത് ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറിന്റെ നേതൃത്വത്തിൽ വകുപ്പുതല യോഗം ചേർന്നത്. മകരവിളക്കുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഇനി മുതൽ എല്ലാ ദിവസവും വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരാനും തീരുമാനമായി. സന്നിധാനത്തെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചില മാധ്യമങ്ങളും സംഘടനകളും തെറ്റായ പ്രചരണം നടത്തുന്നുവെന്ന് യോഗത്തിന് ശേഷം ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ പറഞ്ഞു. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ബോർഡിന് കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളെയും ബാധിക്കും. എന്നാൽ നുണപ്രചരണങ്ങൾ വകവയ്ക്കാതെ ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ശബരിമലയിൽ ഇപ്രാവശ്യം ഈ പ്രചരണത്തിന്റെ ഭാഗമായി ഒരു നയാ പൈസ പോലും ലഭിച്ചില്ലെങ്കിലും കേരളത്തിലെ 1258 ക്ഷേത്രങ്ങളെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ഫണ്ട് മാറ്റിവെക്കും എന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് ഉണ്ട് ഇവിടെ കേരളത്തിൽ. ആ ഗവൺമെന്റ് ഈ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു സംശയവുമില്ല. ശബരിമലയിൽ നിലവിലെ സാഹചര്യത്തിൽ നടവരവിലും പ്രസാദ വിതരണത്തിലും വർധനവുണ്ട്. എന്നാൽ നുണപ്രചരണങ്ങൾ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്നിധാനത്ത് തിരക്കുണ്ടാക്കുകയല്ല, മറിച്ച് സൗകര്യങ്ങളൊരുക്കി തിരക്കില്ലാതെ അയ്യപ്പനെ കാണാൻ സംവിധാനമൊരുക്കുകയാണ് ബോർഡും സർക്കാരും ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീകോവിലിന് മുന്നിൽ ക്യാമറകൾക്കും മൊബൈൽ ഫോണുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. ശ്രീകോവിലിന്റെ ഉള്ളിലെ അയ്യപ്പന്റെ വിഗ്രഹത്തിന്റെ ചിത്രങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.
സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. മലയാള മാസം 1-ാം തീയതിയും ഞായറാഴ്ചയും ഒരുമിച്ചെത്തിയതാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണമായത്. എന്നാൽ ഈ മണ്ഡലകാലത്തെ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാരുടെ വരവ് രേഖപ്പെടുത്തിയത് ഇന്നലെയാണ്. പോലീസിന്റെ കണക്കനുസരിച്ച് ഇന്നലെ പമ്പ വഴി മാത്രം എത്തി ദർശനം നടത്തി മടങ്ങിയത് 85,000-ത്തിലധികം പേരാണ്. പമ്പ നിലയ്ക്കൽ KSRTC സർവീസും കഴിഞ്ഞ ദിവസം റെക്കോർഡ് കളക്ഷൻ നേടിയിരുന്നു. തിരക്ക് മുന്നിൽ കണ്ട മകരവിളക്കിന് മുന്നോടിയായി എത്തുന്ന ഭക്തർക്ക് സൌകര്യങ്ങൾ ക്രമീകരിക്കുന്ന തിരക്കിലാണ് ദേവസ്വം ബോർഡ്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ ബ്യൂട്ടി പാർലറിന് നേരെ വെടിവയ്പുണ്ടായ സംഭവത്തിൽ പോലീസ് ഇന്ന് പാർലർ ഉടമ ലീന മരിയ പോളിന്റെ മൊഴിയെടുക്കും. ഇന്നലെ ജീവനക്കാരുടെ മൊഴിയെടുത്ത പോലീസ് ലീനയോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ഇന്ന് വിപുലീകരിക്കും. അതേസമയം അക്രമം നടത്തിയ യുവാക്കളെ കണ്ടെത്തുന്നതിനായും അന്വേഷണം ഊർജിതമാക്കി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഉമേഷ് ശരിയാണ്. ഉമേഷ്, എപ്പോഴായിരിക്കും ലീനയുടെ മൊഴിയെടുപ്പ് ആരംഭിക്കുക? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ ലീന മരിയ പോളിനോട് മൊഴിയെടുപ്പ് എപ്പോൾ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കാരണം അവരോട് ഹാജരാകാനായി പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കേരളത്തിൽ എത്തിക്കൊണ്ടെന്ന സൂചനകളാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെയും ലീന മരിയ പോളിന്റെയും സൗകര്യങ്ങൾ കണക്കിലെടുത്ത് എവിടെ വെച്ച് വേണം മൊഴിയെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച ശേഷമാവും ആ നടപടിയിലേക്ക് കടക്കുക. ഏതായാലും മൊഴിയെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അന്വേഷണത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു ഘട്ടം കൂടിയാണ്. അതിനു മുൻപ് ഈ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം കൂടി പോലീസ് സമാന്തരമായി നടത്തുന്നുണ്ട്. ഇവർ പോകാനിടയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ പോലീസ് ആ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ലീന മരിയ പോളിന്റെ മൊഴി നിർണായകമാകുന്നത് എങ്ങനെയെന്നാൽ അവർ ഈ സംഭവം ഉണ്ടായ ശേഷം പോലീസിനോട് പറഞ്ഞിരുന്നത് തനിക്ക് ഒരാഴ്ച മുമ്പ് മുംബൈയിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നിരുന്നു. അധോലോക നായകൻ രവി പൂജാരയുടെ പേരിലാണ് ഫോൺ കോൾ വന്നത്. 25 കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അത് താൻ നൽകിയില്ല എന്ന് മാത്രമല്ല, ഇത് സംബന്ധിച്ച് പോലീസിന് പരാതി നൽകുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായിട്ടായിരിക്കാം ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായതെന്ന സൂചന അവർ നൽകി. എന്നാൽ ഇതുകൂടാതെ പോലീസ് കാണുന്ന മറ്റൊരു കാര്യം, ഇവർക്കെതിരെയും കേസുകൾ നിലവിലുണ്ട്. മറ്റൊരു തട്ടിപ്പ് കേസിലെ പ്രതിയായ സുകേഷ് ചന്ദ്രശേഖറും ഈ ലീന മരിയ പോളും ചേർന്ന് വിവിധയിടങ്ങളിൽ തട്ടിപ്പ് നടത്തിയതായുള്ള വിവരങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. അത് കേസ് നിലവിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഹവാല ഇടപാടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഇവരുടെ നേതൃത്വത്തിലുള്ള കൊച്ചിയിൽ ഇവരുടെ ഹവാല റാക്കറ്റ് സജീവമാണ് എന്ന സൂചന പോലീസിനുണ്ട്. മാത്രമല്ല, ഇവർ തമ്മിൽ ആദ്യം സൗഹൃദത്തിലായിരുന്നെങ്കിലും ഇപ്പോൾ അവർ തമ്മിൽ സൗഹൃദത്തില്ല, നല്ല അടുപ്പത്തിലല്ല ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ സുകേഷ് ചന്ദ്രശേഖറുമായി ബന്ധം ഏതെങ്കിലും തരത്തിൽ ഇന്നലത്തെ സംഭവത്തിനുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. ഈ സംഭവത്തിന് പിന്നിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കേന്ദ്രീകരിച്ച് എല്ലാം തന്നെ പോലീസ് അന്വേഷണം നടത്തും. പ്രത്യേകിച്ച് ബ്യൂട്ടി പാർലറിന്റെ മറവിൽ ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാട് നടന്നിട്ടുണ്ടോ, അതിന്റെ വൈരാഗ്യങ്ങളുടെ ഭാഗമായാണോ ഈ ഇന്നലത്തെ സംഭവം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. അതിലെല്ലാം ഒരു വ്യക്തത വേണമെങ്കിൽ ലീന മരിയ പോളിന്റെ മൊഴിയെടുക്കുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മൊഴി എത്രയും പെട്ടെന്ന് എടുക്കുക എന്ന നിലയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഈ ബ്യൂട്ടി പാർലറിലെ മറ്റ് ജീവനക്കാരുടെയും ഇതിന്റെ സമീപ സ്ഥാപനങ്ങളിലുള്ളവരുടെ എല്ലാം മൊഴി പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവരുടെ മൊഴിയാണ് വളരെ പ്രധാനവും നിർണായകവുമാകുന്നത്. ഒപ്പം തന്നെ ഈ അക്രമം നടത്തിയ ബൈക്കിൽ വന്ന 2-അംഗ സംഘത്തിന് വേണ്ടിയുള്ള തിരച്ചിലും സമാന്തരമായി തന്നെ പുരോഗമിക്കുകയുമാണ്. പക്ഷെ അതുപോലെ ഹവാല ഇടപാടുമായി ബന്ധമുണ്ടോ, അതുപോലെ അധോലോക സംഘവുമായി ബന്ധമുണ്ടോ, ഈ ഒരു സംശയത്തിലേക്ക് പോലീസിന് എത്താനുണ്ടായ ഒരു സാഹചര്യം അതെങ്ങനെയാണ്? ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ഈ സംഭവത്തിന് ഒരാഴ്ച മുമ്പ് ഒരു ഫോൺ കോൾ വന്നിരുന്നു. അത് രവി പൂജാരയുടെ പേരിലായിരുന്നു ആ ഫോൺ കോൾ. 25 കോടി രൂപ ആവശ്യപ്പെട്ടു, അവർ നൽകിയില്ല. അത് സംബന്ധിച്ച് പോലീസിന് പരാതിയും നൽകി. അതിലുള്ള വൈരാഗ്യമാകാം എന്നൊരു സൂചന. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ഈ സംഭവം നടന്ന ശേഷം അവിടെ നിന്ന് ഒരു കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് രവി പൂജാരയുടെ പേര് ഹിന്ദിയിൽ എഴുതിക്കൊണ്ടുള്ള ഒരു കുറിപ്പാണ്. ഈ ബൈക്കിലെത്തിയ അക്രമികളാണ് ആ കുറിപ്പ് അവിടെ ഇട്ടത് എന്നതാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. അപ്പോൾ ആ തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അധോലോക ബന്ധമുണ്ടോ എന്ന സൂചന പോലീസിന് ഉണ്ട്. എന്നാൽ നിലവിൽ അതുമായി ബന്ധപ്പെടുത്താവുന്ന തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. അധോലോക ബന്ധം ഇതിനുണ്ട് എന്ന് ബന്ധിപ്പിക്കാവുന്ന തെളിവുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒടുവിലത്തെ വിവരം. ഒപ്പം തന്നെ ഇവരുടെ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്കെതിരെ നിലവിൽ കേസുകളുണ്ട്. ഈ ലീന മരിയ പോളിന് നേരത്തെ കേസിലകപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്, പിന്നീട് ജാമ്യത്തിലാവുകയും ചെയ്താണ്. ലീന മരിയ പോളിന്റെ സുഹൃത്താണ് സുകേഷ് ചന്ദ്രശേഖർ എന്നുള്ളത് നേരത്തെ വ്യക്തമായതാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് തട്ടിപ്പ് നടത്തിയതിന്റെ വിവരങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്. അത് കേസും നിലവിലുണ്ട്. മാത്രമല്ല, ഇവർക്ക് ഹവാല ഇടപാട് കൊച്ചി വഴിയും നടന്നിട്ടുണ്ട് എന്നുള്ള സംശയവും പോലീസിനുണ്ട്.
ആ ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാട് ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. അത് ഇവരുടെ മൊഴിയെടുപ്പ് അതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ്. ആ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറാണ് കേസിന് നേതൃത്വം നൽകുന്നത്. അത് ഇനി കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിക്കാനുള്ള ഒരു തീരുമാനം കൂടി പോലീസിനുണ്ട്. ഏതായാലും അത് ഇന്ന് ഇവരുടെ മൊഴിയെടുപ്പ് ഇന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അത്തരത്തിൽ മൊഴിയെടുപ്പും മറ്റും പൂർത്തിയായാലായിരിക്കും ആ ഘട്ടങ്ങളിലേക്ക് പോലീസ് കടക്കുക. റഫേൽ യുദ്ധവിമാന കരാറിൽ കേന്ദ്രത്തിന് ക്ലീൻ ചിറ്റ് ലഭിച്ചെങ്കിലും ബി.ജെ.പി. സർക്കാർ ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ 2 ഭാഗങ്ങൾ കോടതി തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന കേന്ദ്രത്തിന്റെ വാദം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. വിധി പറഞ്ഞ 3 അംഗ ബെഞ്ചിലെ ജസ്റ്റിസുമാർക്ക് എങ്ങനെയാണ് ഒരേ വരി തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചോദിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ ബി.ജെ.പിക്ക് ആകെയുള്ള ആശ്വാസം റഫേൽ വിധിയായിരുന്നു. എന്നാൽ റഫേൽ വിമാന വിലയുടെ വിശദാംശങ്ങൾ CAGക്ക് കൈമാറിയെന്നും റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിച്ചെന്നും PAC പരിശോധിച്ചുമെന്നുള്ള വിധിയിലെ വാചകം ആയുധമാക്കി പ്രതിപക്ഷം രംഗത്ത് വന്നതോടെ ബി.ജെ.പി. പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സീൽ ചെയ്ത കവറിൽ നൽകിയ വിധി പ്രസ്താവത്തിലെ വിധിയിൽ പിഴവുണ്ടെന്ന ബി.ജെ.പിയുടെ വാദം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. അടുത്ത മാസം 2-ന് തിരുത്തൽ അപേക്ഷ കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി സമർപ്പിച്ച റിപ്പോർട്ടിലെ 2 ഭാഗങ്ങൾ കോടതി തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. എന്നാൽ 3 ജസ്റ്റിസുമാർ ബെഞ്ചിലുണ്ടായിട്ടും എല്ലാവർക്കും എങ്ങനെയാണ് ഒരേ വരി തെറ്റിപ്പോയതെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചോദിച്ചു. കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതലിൽ അഴിമതി കാട്ടിയ റഫേൽ കരാറിന്റെ സത്യാവസ്ഥ പുറത്തുവരണമെങ്കിൽ JPC അന്വേഷണം അനിവാര്യമാണെന്ന് CPM ആവശ്യപ്പെട്ടു. കേസിൽ കേന്ദ്രം സുപ്രീം കോടതിയെ കബളിപ്പിച്ചു എന്നുള്ള പ്രതിപക്ഷ ആരോപണം ശക്തമായതോടെയാണ് കേന്ദ്രം സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർബന്ധിതരായത്. കോടതിയെ കബളിപ്പിച്ചതാണെന്ന് ജസ്റ്റിസുമാർക്ക് മനസ്സിലായ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന പ്രഹരം അതിതീവ്രമായിരിക്കുമെന്നാണ് അഭിഭാഷകർ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയപരമായും BJP ആടിയുലയും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന്. ഹൈക്കമാൻഡ് താൽപര്യപ്രകാരം താമ്രധ്വജ് സാഹുവിനെ മുഖ്യമന്ത്രിയാക്കാൻ ഇന്നലെ ധാരണയായിരുന്നു. എന്നാൽ മറ്റ് നേതാക്കൾ എതിർത്തതോടെയാണ് തീരുമാനം ഇന്നത്തേക്ക് നീട്ടിയത്. 12 മണിക്ക് നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപനം. തിങ്കളാഴ്ച വൈകുന്നേരം 4:30 സത്യപ്രതിജ്ഞ. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം താമ്രധ്വജ് സാഹുവിന് നൽകാനായിരുന്നു ധാരണ. എന്നാൽ തീരുമാനത്തിന് തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നുകേട്ട ഭൂപേഷ് ബഘേൽ, TS സിംഗ്ദേവ്, ചരൺദാസ് മഹന്ത് എന്നിവർ ഈ നീക്കത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചു. സാഹുവിനെ മുഖ്യമന്ത്രിയാക്കിയുള്ള യാതൊരു ഫോർമുലയ്ക്കും തയ്യാറല്ല എന്നായിരുന്നു നേതാക്കളുടെ നിലപാട്. തുടർന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നത്തേക്ക് മാറ്റിവെക്കാൻ കോൺഗ്രസ് നിർബന്ധിതമായത്. ഇന്നലെ മാറ്റിവെച്ച നിയമസഭാ കക്ഷി യോഗവും ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് യോഗം. ഈ യോഗത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം ഛത്തീസ്ഗഡിലും പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെയുണ്ടാകും. വൈകുന്നേരം 4:30 സത്യപ്രതിജ്ഞ. ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാനായിരുന്നു നേരത്തെ കോൺഗ്രസിന്റെ ആലോചന. എന്നാൽ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാനായിരുന്നു ഗവർണറുടെ അനുമതി. ന്യൂസ് ബ്യൂറോ, ദില്ലി. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും രാജ്യത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും യോഗം വിലയിരുത്തും. നരേന്ദ്രമോദി സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യും. ഫാസിസത്തിനും വർഗീയതയുടെ തീട്ടൂരങ്ങൾക്കും കലാകാരന്മാർ വഴങ്ങരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കലാരംഗത്തും സാഹിത്യരംഗത്തുമുള്ള സ്വാതന്ത്ര്യം ഇത്രമേൽ പരിമിതപ്പെട്ട സമയം രാജ്യത്ത് വേറെയില്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ദില്ലിയിൽ ഗുരു ഗോപിനാഥ് പ്രഥമ ദേശീയ നാട്യ പുരസ്കാരം പത്മഭൂഷൺ ഡോക്ടർ കനക് റെലയ്ക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇന്ത്യൻ നടനകലയുടെ അനശ്വര പ്രതിഭ ഡോക്ടർ ഗുരു ഗോപിനാഥിന്റെ സ്മരണാർത്ഥം കേരള സർക്കാർ ഏർപ്പെടുത്തിയ പ്രഥമ ദേശീയ നാട്യ പുരസ്കാരം ദില്ലിയിൽ മുഖ്യമന്ത്രി നർത്തകി പത്മഭൂഷൺ കനക് റെലയ്ക്ക് സമ്മാനിച്ചു. പ്രശസ്ത നൃത്ത പ്രതിഭകളായ മല്ലിക സാരാഭായി, നവതേജ് സിംഗ് ജോഹർ എന്നിവർ അധ്യക്ഷരായ സമിതിയാണ് പ്രഥമ ദേശീയ പുരസ്കാര ജേതാവിനെ നിർണയിച്ചത്. കലാരംഗത്തെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുകയാണ് ഫാസിസ്റ്റ് ശക്തികളെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി ഇത്തരം നീക്കങ്ങൾക്കെതിരെ കലാകാരന്മാർ പ്രതികരിക്കണമെന്ന് വ്യക്തമാക്കി. കല പ്രതിരോധമാവേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. മൂലധനവും വർഗീയ രാഷ്ട്രീയവും ചേർന്ന് നടത്തുന്ന ഇത്തരം മതേതര ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ തുറന്നു കാട്ടാനുള്ള ചുമതല കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കുമുണ്ട്. കാരണം കല നിശബ്ദമാകുന്നിടത്ത് ഫാസിസം വേരുപിടിക്കും. തനിക്ക് ചുറ്റുമുള്ള അനീതികൾക്കെതിരെ പ്രതികരിക്കുന്ന കലാകാരന്മാർ, എഴുത്തുകാർ,
സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ നമ്മുടെ രാജ്യത്ത് വേട്ടയാടപ്പെടുകയാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ, ഗുരുഗോപിനാഥ് നടനഗ്രാമം വൈസ് ചെയർമാൻ KC വിക്രമൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നാടകകൃത്ത് ഓംചേരി NN പിള്ളയുടെ ആകസ്മികമെന്ന ഓർമ്മക്കുറിപ്പുകളും മുഖ്യമന്ത്രി മറ്റൊരു ചടങ്ങിൽ വെച്ച് ദില്ലിയിൽ പ്രകാശനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരളത്തിന്റെ പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് UNDP റിപ്പോർട്ട് തയ്യാറാക്കുന്നു. UNDP നേതൃത്വത്തിൽ വിദഗ്ധർ പങ്കെടുത്ത ശില്പശാല കോഴിക്കോട് നടന്നു. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലെ നിർമ്മാണം, ഭൂമിയുടെ ഘടന എന്നിവയാണ് പരിശോധിക്കുന്നത്. അഭിപ്രായങ്ങൾ നവകേരള സൃഷ്ടിക്കായി പ്രയോജനപ്പെടുത്തുമെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ പറഞ്ഞു. കേരളത്തിലെ പ്രളയവും തുടർന്നുണ്ടായ നഷ്ടവും ഐക്യരാഷ്ട്രസഭയടക്കം വിവിധ ഏജൻസികൾ പ്രാഥമികമായി വിലയിരുത്തിയിരുന്നു. മാറുന്ന കാലാവസ്ഥയ്ക്കൊപ്പം കേരളം ഇനി സ്വീകരിക്കേണ്ട മുൻകരുതലുകളാണ് UNDP നേതൃത്വത്തിലുള്ള പാനൽ ചർച്ച ചെയ്യുന്നത്. പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന ഭൂമിയുടെ സ്വഭാവം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വീടും ഭൂമിയും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം, അപകട സാധ്യതകൾ എന്നിവ വിദഗ്ധർ പരിശോധിക്കും. UNDP ഡൽഹി റീജിയണൽ ഡയറക്ടർ മനീഷ് മോഹൻദാസ്. അപ്പോൾ ഈ റൗണ്ട് ടേബിൾസ് നമ്മൾ ഉദ്ദേശിച്ചു വരുന്നത് ഇങ്ങനത്തെ ചർച്ചകൾ എൻകറേജ് ചെയ്യാനും ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് വേണ്ടി വരുന്ന ടെക്നിക്കൽ എക്സ്പെർട്ടീസ് നമ്മൾ ഒരേ ഒരു ഫോറത്തിൽ കൊണ്ടുവരാനുള്ള എഫേർട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രളയത്തിൽ വീടുകൾ തകർന്നതിലൂടെ 5400 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്ക്. ഇത് ഗൗരവത്തോടെ പരിശോധിക്കേണ്ടതാണെന്ന് ചർച്ചയിൽ അഭിപ്രായമുയർന്നു. നവകേരള നിർമ്മാണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് സഹായകമാകുമെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ പറഞ്ഞു. വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാത്ത വിധം നമ്മുടെ കേരളത്തെ എങ്ങനെയാണ് പുനർനിർമ്മിക്കുക എന്നത് സംബന്ധിച്ചിട്ടുള്ള വിദഗ്ധ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. വിദഗ്ധരായ ആളുകൾ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തി അഭിപ്രായങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ സാഹചര്യത്തെക്കുറിച്ച് പഠിക്കാൻ 17-ന് തിരുവനന്തപുരത്ത് UNDPയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. ഇതിനുശേഷം വിശദമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജനുവരി 1-ന് നടക്കുന്ന വനിതാ മതിലിൽ പ്രവാസി സമൂഹത്തിന്റെ പിന്തുണയും ഐക്യദാർഢ്യവും വേണമെന്ന CPIM നേതാവും മുൻ MPയുമായ NN കൃഷ്ണദാസ് ദുബായിൽ കൈരളി പീപ്പിൾ TVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരളം സൃഷ്ടിക്കാൻ പ്രവാസി മലയാളികൾ നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. പ്രവാസി മലയാളികളുടെ ക്ഷേമത്തിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ പ്രവാസ ലോകത്തെ പരക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ടെന്ന് NN കൃഷ്ണദാസ് പറഞ്ഞു. ദുബായിൽ കൈരളി പീപ്പിൾ TV വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രവാസികളായ മലയാളികളുടെ ക്ഷേമത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടി നിരവധിയായ പുതിയ പദ്ധതികൾക്കാണ് ആവിഷ്കാരം നൽകിയിട്ടുള്ളത്. ലോകത്തെ പ്രവാസി ജീവിതം നയിക്കുന്ന എല്ലാ മലയാളികളെയും ഒരു കുടക്കീഴിലെത്തിച്ച് അവരെ കേരളത്തിന്റെ പുരോഗതിയിലും വളർച്ചയിലും പങ്കാളികളാക്കുന്നതിന് വേണ്ടിയായിരുന്നു ലോക കേരള സഭയ്ക്ക് തന്നെ കേരള ഗവൺമെന്റ് മുൻകൈയെടുത്തത്. ഇനി ഞാൻ മനസ്സിലാക്കുന്നത് ലോക കേരള സഭയുടെ ഒരു സെഷൻ ഗൾഫിൽ തന്നെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് ആലോചിക്കുന്നതായി ഞാൻ അറിഞ്ഞു. അതും ഗവൺമെന്റ് വലിയ തോതിലാണ് പരിശ്രമിക്കുന്നത്. ഇപ്പോ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രളയത്തിനായിരുന്നു പോയ മാസങ്ങളിൽ നമ്മുടെ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. വലിയ തകർച്ച അതിന്റെ ഭാഗമായി കേരളത്തിനുണ്ടായിരുന്നു. എന്നാൽ കേരള സർക്കാർ പ്രളയാനന്തരം കേരളത്തെ സമ്പൂർണമായും നവകേരളമാക്കി പുതുക്കി പണിയുന്നതിന് വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പ്രവാസ ജീവിതം നയിക്കുന്ന ഗൾഫ് നാടുകളിലെ മലയാളികൾ യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളുമില്ലാതെ കേരളത്തെ ഉയർത്തിയെടുക്കാൻ നൽകിയ അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും പ്രത്യേകം നന്ദി അറിയിക്കുന്നതാണ് അവരെ അഭിവാദ്യം ചെയ്യുന്നത്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഒരുക്കുന്ന വനിതാ മതിൽ വിജയിപ്പിക്കാൻ പ്രവാസ ലോകത്തെ സ്ത്രീ സമൂഹത്തിന്റെ ഐക്യദാർഢ്യവും പിന്തുണയും വേണമെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് നവോത്ഥാന മൂല്യങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് സ്ത്രീ സമൂഹത്തെ കൂടി ഉയർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഉൽപ്പതിഷ്ണുക്കളായ കേരളത്തിലെ സ്ത്രീ സമൂഹം മുഴുവൻ ഉയർത്തെഴുന്നേറ്റ് ഈ വനിതാ മതിൽ സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. ഞാൻ അഭ്യർത്ഥിക്കുന്നത് CPIMന് വേണ്ടിയും കേരളത്തിലെ പുരോഗമന ആശയഗതിക്കാർക്ക് വേണ്ടിയും അഭ്യർത്ഥിക്കുന്നത് ഇവിടെ നിന്നും ഈ ചരിത്ര മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കാനും മതിലിൽ അണിചേരാനും സാധിക്കുന്ന സഹോദരിമാർ എല്ലാവരും വരുന്നതിന് വേണ്ടി ശ്രമിക്കണം. വരാൻ സാധിക്കാത്ത സഹോദരിമാരും ഇവിടെ ഇരുന്ന് ഈ ചരിത്ര മുഹൂർത്തത്തിന്
എല്ലാ പിന്തുണയും പ്രോത്സാഹനവും കൊടുത്ത് കേരളത്തിൻ്റെ യശസ് ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കാനുള്ള ഈ പരിശ്രമത്തിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും മാനസികമായ എല്ലാ പ്രോത്സാഹനവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദുബായ്. ഗൃഹോപകരണ വിതരണ രംഗത്തെ പ്രമുഖ ഗ്രൂപ്പായ പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ നവീകരിച്ച ഷോറൂം കോട്ടയം നാഗമ്പടത്ത് പ്രവർത്തനം തുടങ്ങി. കോട്ടയം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ PR സോന ഉദ്ഘാടനം ചെയ്തു. ഫാദർ സൂരജ് പിട്ടാപ്പിള്ളിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. പിട്ടാപ്പിള്ളിൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ, ഡയറക്ടർമാരായ ഫ്രാൻസിസ് പിട്ടാപ്പിള്ളിൽ, കിരൺ വർഗീസ്, ജനറൽ മാനേജർ AJ തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു. ക്രിസ്തുമസ്, ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി പിട്ടാപ്പിള്ളിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ അറിയിച്ചു. ഭാഗ്യാന്വേഷികളെ തേടി ബേബി വാക്കറിൽ യുവാവ് പിച്ചവയ്ക്കുന്നു. കൊല്ലം ചവറ മടപ്പള്ളി സ്വദേശി പേക്കാത്തറ ഭദ്രന്റെയും ശ്യാമളയുടെയും മകൻ ശ്യാംരാജാണ് തന്റെ ഭിന്നശേഷിയെ തോൽപ്പിച്ച് സ്വന്തം ചികിത്സയ്ക്കുള്ള വക തേടുന്നത്. ഇദ്ദേഹമാണ് ഭാഗ്യാന്വേഷികളെ ബേബി വാക്കറിൽ തിരയുന്ന ശ്യാംരാജ്. കാരുണ്യ ലോട്ടറി വിൽക്കും, പക്ഷേ ആരുടെയും കാരുണ്യം തേടുന്നില്ല. ഭാഗ്യക്കുറിയിൽ വിശ്വാസമുള്ളവരെയാണ് ശ്യാംരാജിന് ഇഷ്ടം. ഒരു ദിവസം 15 കിലോമീറ്ററോളം നടക്കും. ഇടയ്ക്ക് പെട്ടി തുറന്ന് മുഖം മെരുക്കും. ഒന്നിരിക്കാൻ ബേബി വാൾക്കറിൽ ഇരിപ്പിടവുമുണ്ട്. പക്ഷേ തളർന്നിരിക്കാൻ ശ്യാം തയ്യാറല്ല. ലോട്ട് കച്ചവടത്ത് പോകണ്ടെന്നുണ്ട് 2 ദിവസം പിടിച്ചില്ല. രാവിലെ ഓരമ്പാന്ന് പറഞ്ഞു വെളുപ്പിന് ഞാനും പോരും. വെളുപ്പിന് എന്നിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ 1000 അതെന്റെ കാര്യത്തെ. 5 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് BA പഠിക്കുന്നതിനിടെ ഉണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് വർഷങ്ങളോളം കിടപ്പിലായിരുന്നു. ശിഷ്ടകാലം ആർക്കും ഒരു ബാധ്യതയാകാൻ ശ്യാംരാജ് തയ്യാറല്ല. തുടർന്നാണ് ഭാഗ്യക്കുറി കച്ചവടത്തെ ആശ്രയിച്ചത്. നമുക്ക് ഒന്നും തോറ്റു കൊടുക്കില്ലല്ലോ. അതുകൊള്ളവർക്ക് അതുകൊള്ളവർക്ക് അതുക്കും. നമുക്ക് അസുഖമൊന്നുമില്ല. അന്നങ്ങ് ചിന്തിച്ചാൽ മാത്രം മതി. നമ്മൾ രക്ഷപ്പെടും. അതൊന്നും നമ്മളെ തോപ്പിക്കാൻ ഒരു ഇതുമില്ല. നമ്മൾ നേരെ നിൽക്കും. തനിക്ക് വേണ്ടുന്നത് സഹതാപമല്ല, തന്നെ വിശ്വസിക്കുക. അതാണ് ശ്യാംരാജ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യം. ചവറയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.